നിങ്ങൾ അനിമേഷൻ സിനിമകൾ കണ്ടിട്ടുണ്ടാകും. ഫീച്ചർ ഫിലിമുകളിൽ അനിമേഷൻ ഉപയോഗിച്ചതും കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾക്കറിയാമോ, അനിമേഷൻ എന്ന ആശയം പരിണമിച്ചാണ് സിനിമ ഉണ്ടായത്. അതെ, സിനിമയ്ക്ക് വളരെ മുമ്പ് തന്നെ അനിമേഷൻ നിലനിന്നിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പും ആളുകൾ ഏതെങ്കിലും തരത്തിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്തിയിരുന്നു. അത് നാടോടി കഥകളുടെ രൂപത്തിലും ചിത്രരചനയിലും ഒക്കെയായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ജീവനില്ലാത്ത കലയ്ക്ക് ജീവൻ നൽകിയാലോ? നിശ്ചല വസ്തുക്കളെ ചലിപ്പിക്കുക എന്നതാണല്ലോ അനിമേഷൻ. അങ്ങനെ സിനിമയുടെ കണ്ടുപിടുത്തത്തിന് അരനൂറ്റാണ്ട് മുമ്പ് അനിമേഷൻ പിറവിയെടുത്തു. അനിമേഷൻ വിദ്യകളെക്കുറിച്ചുള്ള രസകരമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു കൺകെട്ട് പോലെ ഒരു ചിത്രത്തെ ചലിപ്പിച്ച കണ്ടുപിടുത്തമാണ് സൂട്രോപ്പ്. ഇതായിരുന്നു ആദ്യത്തെ വാണിജ്യപരമായി വിജയിച്ച അനിമേഷൻ ഉപകരണങ്ങളിൽ ഒന്ന്. ഒരു ഡ്രമ്മിനുള്ളിൽ ഒരേപോലുള്ള ചിത്രങ്ങൾ വെച്ച് അത് കറക്കിയാൽ മനുഷ്യൻ്റെ കണ്ണ് അവയെ തുടർച്ചയായ ചലനമായി കാണും. ഈ ഉപകരണം നമ്മുടെ കാഴ്ചയുടെ സ്ഥിരതയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്നു. പല സയൻസ് മ്യൂസിയങ്ങളിലും ഇവ ഇപ്പോഴും കാണാൻ സാധിക്കും. സൂയിട്രോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം